പ്രതിഷേധക്കാരുടെ തല തല്ലി പൊട്ടിച്ചിട്ട് അത് കാണിക്കാതിരിക്കാൻ പറ്റുമോ? അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, താങ്കൾ എന്താണ് പറയുന്നത് ഇങ്ങനെ? ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ സി ആർ നീലകണ്ഠൻ, ഹസ്കറിനുള്ള മറുപടി. അദ്ദേഹം ഈ ബിംബവൽക്കരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ഉള്ളതാണ്, ബിംബങ്ങളായിട്ടുള്ളവർ ഉണ്ടായിരുന്നുവല്ലോ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അല്ല, അവിടെയാണ് അത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള നേതാവ് വരുമ്പോൾ ബിംബമാവാം. ഇപ്പോ മാർക്സോ, ലെനിനോ, എംഗൽസോ, EMS ജീവിച്ചിരുന്ന കാലത്ത് അവർക്കെതിരെ അതിശക്തമായ വിമർശനം കേരളത്തിൽ വന്നിരുന്നു. അന്ന് ഒരാളും EMS പോലും ഇവരെ വിമർശനം ഉന്നയിക്കുന്നവർ, കരിങ്കൊടി കാണിക്കുന്നവരൊക്കെ പാർട്ടി വിരുദ്ധരാണെന്നും രാജ്യദ്രോഹികളാണെന്നും ഇവിടെ നശിപ്പിക്കാൻ നടക്കുന്നവരാണ്, അവരെ പോലീസിനെ വിട്ട് അടിപ്പിക്കണമെന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം കല്യാശ്ശേരിയിലെ കാര്യം പറഞ്ഞു. രണ്ടുപേർ കൈകൊടി കാണിക്കാൻ വന്നതാണോ കല്യാശ്ശേരിയിലെ മഞ്ജുഷി ചോദിച്ചതുപോലെ അവരുടെ തലതല്ലി വിളിക്കല്ല, അവരെ സുരക്ഷിതമാക്കാൻ സുരക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും അടിച്ചതാണോ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്? അത് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 2011 VS ഫോട്ടോ വെച്ചപ്പോൾ എതിർത്ത അന്നത്തെ പാർട്ടി സെക്രട്ടറി, അത് കുഴപ്പമില്ല, അന്നത്തെ കാലം അതായിരുന്നു, ഇപ്പോൾ വേറെയാണ് എന്ന് ഹസ്കർ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. EP പറയുന്നത് കേട്ടു. പി ജയരാജൻ ഈ PJ ആർമിയുടെ വാഴ്ത്തുപാട്ട് വന്ന സമയത്ത് അത് അന്തക്കാലം, ഇത് ഇന്തക്കാലം എന്ന രീതിയിലാണെന്ന് EP പ്രതികരിക്കുന്നത്. കാലം ഒരുപാട് മാറിയിട്ടൊന്നുമില്ല. അല്ല, അതിന് മലയാളത്തിൽ സംസ്കൃതം ചേർന്നൊരു വാക്കുണ്ട്, അവസരവാദം എന്നേ ഉള്ളൂ. അന്നത്തെ അല്ല ഇന്നത്തെ, ഇന്നത്തെ അല്ല അന്നത്തെ. എന്റെ നേതാവ് ഞാൻ ഒരൊറ്റ കാര്യം, കഴിഞ്ഞ 8 വർഷമാകുമ്പോൾ 8 വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാരിന്, പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയതായി, എന്തെങ്കിലും ഒരബദ്ധം പറ്റിയതായി ഇടതുപക്ഷത്തെ ആരെങ്കിലും, അങ്ങനെ പറ്റാത്ത ആളുകളൊന്നുമില്ലല്ലോ. EMS പറഞ്ഞ മാതിരി എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ EMS ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നേതാവായിരുന്ന ഒരാളെന്ന് പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ പാക്കേജ്. എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, എനിക്ക് ഒരു തെറ്റില്ല. ഒരു തെറ്റെങ്കിലും അദ്ദേഹത്തിന് പറ്റിയെന്ന് പറയാൻ കഴിഞ്ഞ 7-8 വർഷത്തിനിടയിൽ ഒരാൾ പോലും പാർട്ടിയിൽ ഉണ്ടായില്ല. വിമർശിക്കുന്നവരൊക്കെ ശത്രുക്കളായി, പിണറായി വിരുദ്ധരായി, CPM വിരുദ്ധരായി. സൗണ്ട് പോയി. ശ്രീ CR നീലകണ്ഠൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ